ഒരു വൺ പിന്നെ സൈഡ് എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ ഞാൻ വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ അച്ഛനെ പോലെ ഒരു രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. എന്തിനാ രേണു ഇതുപോലെ ഈ പിക് ലൈൻ എടുത്തു വെച്ച് എല്ലാവരുടെയും മുന്നിൽ കാണിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് കാണിച്ചുകൊണ്ട് ഉള്ള വീഡിയോസ്, ഫോട്ടോസ്, സ്റ്റോറീസ്, കാര്യങ്ങളൊക്കെ ഇട്ട് എന്തിനു വേണ്ടിയിട്ട് ഈ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗത്തെ വീണ്ടും മാർക്കറ്റ് ചെയ്ത് അതിലൂടെ വ്യൂസ് ഒപ്പിച്ച് അതോ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഉള്ള സിമ്പതി എമ്പതി വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീരുന്ന രീതിയിലുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്നവർക്ക് എന്തോന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ അയൽക്കാരനായിട്ടുള്ള നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടദാനം തന്നിട്ട് 100 പേരോട് ഓടി നടന്ന് കൊട്ടിഘോഷിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് 5 ചോദിച്ചെടുത്ത് ഞാൻ 7 കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേണുവിനെ ഒരു സൈഡിൽ കൂടെ അടച്ചാക്ഷേപിച്ച് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് വരെ എല്ലാവർക്കും ഇന്റർവ്യൂസ് കൊടുത്തിരുന്ന ഒരു വ്യക്തി ഇപ്പൊ നേരെ കറക്റ്റായിട്ട് മലക്കം പറഞ്ഞിട്ടുണ്ട്. മലക്കം പറഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഹുൽ ദാസിനെ ഈ പറയുന്ന സൈബർ ഇടങ്ങളിലേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യമുണ്ടേ, മറ്റേ മിഥുനത്തിനകത്ത് മുട്ട പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്, ഞങ്ങളിപ്പോ പൊട്ടിക്കുവേ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു. എന്നിട്ട് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. വീഡിയോ ചെയ്യുമ്പം അവർക്ക് എന്തോ ഡോളേഴ്സ് കിട്ടും. എന്റെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ, എന്റെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ, എന്റെ തൊലിഞ്ഞിരിക്കുന്ന ഫോട്ടോ, ഇതെല്ലാം ഉണ്ട്, നിങ്ങൾ അതെല്ലാം എടുത്തിട്ടോ, എനിക്കൊന്നുമില്ലെന്നും എടുത്തിടും. കാരണം എന്തോ നിങ്ങൾക്ക് നല്ലോണം അറിയാലോ, എന്റെ ഫോണിനകത്ത്, എന്റെ ഫേസ്ബുക്കിനകത്ത്, എന്റെ മെസ്സഞ്ചറിനകത്ത് കുണാന്നും പറഞ്ഞ് മെസ്സേജ് വന്ന് ഏതോ ഒരു പോയിന്റിൽ ഞാൻ അതുലിനെ വിളിച്ചു നോക്കുന്നത്. അതുലേടാ ഇത് ആരാടാ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് അതുല് പറയുന്നത് ഇന്ന ആളെന്ന്. എന്നിട്ട് നമ്മളെന്തോ നിങ്ങളുടെ ഐഡന്റിറ്റി എന്തോ എന്നുള്ള കുറേ ഫോട്ടോസ് അയച്ചിട്ട് ഇവരെ കുറിച്ചുള്ള കുറ്റവും കുറവും അടങ്ങുന്ന വീഡിയോ ക്ലിപ്പുകൾ ഇഷ്ടം പോലെ അയച്ചു ഇത് റിയാക്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ട് തന്നുകൊണ്ടിരുന്നേ. 10 എണ്ണം റിയാക്ട് ചെയ്യുമെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ട, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ വീഡിയോ കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും ഓൺ ദ സ്പോട്ടിലും ആദ്യത്തെ വ്യൂ ഇയാളായിരിക്കും. 15 മിനിറ്റ് വീഡിയോ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ 15 മിനിറ്റ് അങ്ങോട്ട് തീരുന്ന സ്പോട്ടിൽ വാട്സപ്പിൽ മെസ്സേജ് വാവ് സൂപ്പർ വാവ് കിടുക്കി തിമിർത്തു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമ്മളാരും വായിക്കാത്തോട്ട് കുഴവയിട്ട് കുത്തിയിട്ട് പറയുന്ന പറഞ്ഞ കാര്യമല്ല. നമ്മളുടെ ഫോണിനകത്ത് വോയിസ് കോൾ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടേ. ഏതൊക്കെയാണെന്ന് നമുക്കറിയാമേ. എടുത്തിട്ട് അങ്ങോട്ട് നിരത്തുന്നില്ല കേട്ടോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അതൊന്ന് ആലോചിക്കണം. ആലോചിച്ചതിന് ശേഷം വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കാശ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയാതിരിക്കുക കേട്ടോ. ഉള്ള കാര്യം പറയില്ല. ആ ഒരു രീതിയിലേക്ക് ഈ ഒരു സംഭവം വളച്ചൊടിക്കാതിരിക്കുക. ഇവരെന്തോ വലിയ ആന ബോംബ് പൊട്ടിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഇന്നലെ മറ്റേ അനീഷ് വ്ലോഗ് എന്ന് പറഞ്ഞ അവൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പൊ പൊട്ടിക്കും സാധനങ്ങൾ ഞാൻ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മല പോലെ വന്നത് എലി പോലെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവന് മെസ്സേജ് ഇട്ടിട്ട് നമ്പർ ചോദിച്ചു. അവൻ പറഞ്ഞു ഇതിലങ്ങ് പറ ബ്രോ എന്ന് പറഞ്ഞു. അവനൊരു വോയിസ് ഇട്ട് ചോദിച്ചു എന്തുകൂടെ പൊട്ടിക്കാനിരിക്കുന്ന സാധനം, ഞാൻ പൊട്ടിക്കാനുള്ള സാധനം എനിക്ക് പറ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ, ഞങ്ങളും കൂടെ അറിയട്ടെ എന്ന രീതിയിൽ നീ എന്തായാലും പറയുന്നില്ല, ഞങ്ങളും കൂടെ അറിയത്തില്ല, ഇവരെല്ലാം പൊട്ടിക്കുന്ന സാധനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പൊട്ടിച്ചെന്ന്. ആ പൊട്ടിച്ച സാധനം കണ്ട് ആ പൊട്ടിക്കുന്നതിന് മുമ്പ് എന്താ പറയുക, ഒരു ചേച്ചി തൃശ്ശൂരുകാരിയാ, പുള്ളിക്കാരനെ ഒന്ന് വിളിക്കുന്നുണ്ട്. എന്തുവാ ഈ കാണിക്കുന്നത്? കാരണം ഞാൻ ഒരു കാര്യം, ജസ്റ്റ് ഇത് കാണുന്ന ഏതെങ്കിലും ഈ പള്ളി ഇടവകയായിട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ വേദപുസ്തകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഈവൻ പള്ളിയിൽ അച്ഛനോ ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന പുരോഹിതരുടെ കർമ്മം എന്താണ്, അവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവർ ഈ പറഞ്ഞ കുഞ്ഞാടുകൾ എന്ന് പറയുന്ന ജനങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്, അതിനകത്ത് ജാതി മത കളർ സ്ത്രീ പുരുഷ അനുപാതത്തിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തിയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു തെറ്റ് ചെയ്തവനെയും എങ്ങനെയാണ് യേശു ക്രിസ്തു ചേർത്ത് പിടിച്ചത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കഴിഞ്ഞ 5 മാസം മുമ്പ് ഒരു അയൽക്കാരനെ എത്തിത്തുപ്പി ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്ന ആളാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ഞങ്ങളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കാനല്ലേ. ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണ്, എനിക്ക് കുറച്ച് പറയാനുണ്ട് കേട്ടോ. ഇത് കണ്ട് കേട്ട് തീർത്തിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഹൈപ്പ് ഓൺ ദ സ്പോട്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പും കൊടുത്തോണം. ആദ്യമേ തന്നെ ഈ പുള്ളി ഇന്റർവ്യൂ കൊടുത്തൊരു ഭാഗം ഞാൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തടുത്തേക്ക് പോവാം. ഓക്കെ, നമുക്കിപ്പം മെയിൻ ആയിട്ട് ചില ക്വസ്റ്റ്യനുകൾ വ്യൂവേഴ്സിന് അറിയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പിന്നെ രേണുസുധിയുടെ കുറച്ച് ഇന്റർവ്യൂവിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഫാദർ അതൊരു സപ്പോർട്ട് ചെയ്തൊരു ഒരു ഇന്റർവ്യൂ ഫാദറിന്റെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില ഒരു ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്ന് ഫാദറിന് എന്തൊക്കെ പറയാനുണ്ടോ അത് ഓപ്പൺ ആയിട്ട് മീഡിയയിലൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ജനങ്ങൾക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? അതായത് കഴിഞ്ഞ 10 മാസം മുന്നേ രേണുസുധിനെ പറ്റി ഫാദർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറി. അതിനുള്ളൊരു റീസൺ എന്തുവാണ്? രേണുസുധിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം
സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണുസുതിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണുസുതിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കാനിടയായി. ഇതേ ബിഗ് ബോസിന്റെ കാര്യം എന്നോട് അത്രോട്ടം പറഞ്ഞിട്ടുണ്ട്. ഓ ബിഗ് ബോസിൽ പോയാ മതി, പോയി ആര് സപ്പോർട്ട് ചെയ്യാൻ, തുന്നമ്പാടി വരും. അച്ഛാ ഓർമ്മ കാണുമല്ലോ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന്. ഓർമ്മയുണ്ടെങ്കിൽ നല്ലത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ മാത്രമാണ്. ഞാനും രേണുസുതിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. ഈ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണുസുതി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഒരിക്കലുമല്ല. അവര് ചോദ്യം ചോദിക്കും. അപ്പം ബിഷപ്പ് എന്ന രീതിയിലുള്ള ഉത്തരങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ബിഷപ്പിന് കൊടുക്കാൻ പറ്റിയ രീതിയിൽ, ഒരു വേദ പുരോഹിതന് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആ സമയത്തൊന്നും എടുത്ത് നമ്മൾ ഞോണ്ടിയിട്ടില്ല. കാരണം ഈ സ്ഥലത്തിന്റെ കാര്യവും പറഞ്ഞ് നിങ്ങൾ ഇഷ്ടദാനം കൊടുത്തിട്ട് നിങ്ങളെ പുരയിടത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പുരയിടത്തെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു സൈഡിലോട്ട് പല കാര്യങ്ങളും മാറ്റി വെച്ച് സംസാരിച്ചിട്ടുള്ള. ഞാൻ ഇത് കഴിഞ്ഞ് കാണിക്കാം. ഒരു വേദ പുരോഹിതന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറുപടികളാണോ പറയുന്നത്? ഞാൻ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് മറുപടി കൊടുത്തത്. ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടുകൂടെ രേണുസുതിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ എന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കണ്ടന്റ് ആക്കി എടുത്തതല്ല. ഞങ്ങൾക്ക് ഈ പറയുന്ന നോവൽ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടന്റ് അല്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കണം. നിങ്ങളാണ് വീണ്ടും ഇതൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിനകത്ത് പച്ചയായിട്ട് പല കാര്യങ്ങൾ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് വന്നിട്ട് വായി കുഴവിയിട്ടിട്ട് ഇത് പറയുന്നു പറഞ്ഞൊരു ഇന്റർവ്യൂ എടുത്തിട്ടല്ല. മനസ്സിലായ? നിങ്ങളായിട്ട് തന്നെ ചെയ്തെടുത്ത് പുറത്തേക്കിട്ടൊരു കാര്യമാണ്. ഇനി ഇതിനകത്ത് കർമ്മ കറങ്ങി അടിക്കുമെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ അത് എവിടെ തുടങ്ങി എവിടെ അടിച്ചെന്നുള്ളത് അച്ഛനും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രേണുസുതി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണുസുതി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്റെ ലോകരാജ്യങ്ങളുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉളവാക്കി. അപ്പോൾ രേണുസുതിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണുസുതിയുടെ പിതാവും മാതാവും സഹോദരിയും രേണുസുതിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണുസുതിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് മനസ്സലിയുകയും അവരുടെ വീട്ടിലേക്ക് പോവുകയും പല സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പോയി പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമായ കാര്യം. സത്യമായ കാര്യം ഇതല്ല. രേണുവിന് ക്യാൻസർ പോലുള്ള ഒരു മാരക രോഗം പിടിപെട്ടു എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം സൈബർ ഇടങ്ങളിൽ രേണുവിനെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കാനും വിമർശിക്കാനും ആൾക്കാർക്കിടയിലേക്ക് ഇട്ടുകൊടുത്തത് ഈ ഒരു വ്യക്തിയാണ്. ഞങ്ങളെപ്പോലുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള വീഡിയോസ് പിക്ക് ചെയ്തെടുത്ത് വെച്ച് സംസാരിക്കുന്നവരാ. എന്നാൽ നമുക്ക് എവിടുന്ന പിക്ക് ചെയ്യുന്നത്? ആ സോഴ്സ് എവിടുന്ന? ഇതുപോലുള്ള വ്യക്തികൾ ഇടുന്ന വീഡിയോസ് ആണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ സോഴ്സ് ഒരാളെ വിമർശിക്കാനായിട്ട് ഒരു സാധനം ജനങ്ങൾക്കിടയിൽ ഔട്ടിട്ട് കൊടുക്കുന്ന ആരാ? കഴിഞ്ഞ 5 മാസം മുമ്പ് ആരാ ഇട്ട് കൊടുത്തോണ്ടിരുന്നത്? ഇതേ വ്യക്തി തന്നെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ എല്ലാ യൂട്യൂബേഴ്സിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എന്തു പറ്റി? തിരിഞ്ഞോ? മറിഞ്ഞോ? എങ്ങനെങ്കിലും പോയോ? അതല്ലേ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ എന്താണ്, ഞാനും രേണുസുതിയും തമ്മിൽ പേഴ്സണലായിട്ട് ഒരു കാര്യമില്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരവേ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഞാൻ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാനേ കുഴവയിട്ട് കുത്തി പറയുന്ന കാര്യങ്ങളല്ല. കൊടുത്തൊരു പഴയ ഇന്റർവ്യൂവിൽ ഒരു ഭാഗം കാണിച്ചു തരാം. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിച്ചത്. നാടക നടിയല്ലേ രേണുസുതി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. ഒരു പുരോഹിതന് ആ പുരോഹിത വസ്ത്രം ഇട്ടുകൊണ്ട് ആ പറയുന്ന കുരിശും പിടിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു പുരോഹിതൻ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു പെണ്ണിനെ ഞാൻ വന്ന്. ഇതാ ഇന്റർവ്യൂ എടുത്ത പെണ്ണ് കുഴവയിട്ടോട്ട് പറഞ്ഞോ? ഇതങ്ങ് പറയച്ചാ. അച്ഛൻ ആ എക്സ്പ്രഷനോടെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ കടത്തി വിട്ടുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ലല്ലോ. അപ്പൊ സ്വർഗസിദ്ധമായ ശൈലിയിലൂടെ ഒരു പെണ്ണിനെ വ്യക്തമായിട്ട് അപകീർത്തിപ്പെടുത്തി വിമർശിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാ. എന്നിട്ട് വന്നിട്ട് പുണ്യാളൻ ചമയല്ലേ? പുണ്യാളൻ ആരാന്ന് നമുക്കറിയാം.
ബാക്കിൽ നിന്ന് കുത്തുന്നവനാരാന്ന് നമുക്കറിയാം. ഇപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ഇട്ടിരിക്കുന്ന വേഷത്തിന്റെയോ കയ്യിലിരിക്കുന്ന ആ ഒരു കുരിശിന്റെ ഒന്നും പരിഗണനയൊന്നും ഒരു സൈഡിലും ആരും ഇനി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വാല്യൂ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. അത് കീപ്പ് ചെയ്യുക. ഇരിക്കുന്ന വസ്ത്രത്തിനും കൈ പിടിക്കുന്നതിന് ഒരു വാല്യൂ ഉണ്ട്, പോകുന്ന വണ്ടിക്ക് ഒരു വാല്യൂ ഉണ്ട്, ചെന്നിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് കാണുമ്പോഴൊരു വാല്യൂ വേണം. ആ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലൂടെ മാത്രമല്ല, ആ വസ്ത്രത്തിനുള്ളിലിരിക്കുന്ന ആ ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം, ആ മനസ്സും നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നുള്ളതിലാണ്. ഒരുപാട് ആൾക്കാരുടെ ഈ പറയുന്ന നെഗറ്റീവ് കോമൻസ് വീഴാനുള്ളൊരു കാരണം ഇതേപോലൊരു തിരുവസ്ത്രത്തിനകത്ത് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിരോധമുണ്ട് കേട്ടോ. എനിക്ക് അതൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അത് വരാതിരിക്കുക, വീഴാതിരിക്കുക എന്നുള്ളത് ആരാ നോക്കേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആരാ? ഇത്രയും ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഡ്രസ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതി നമുക്കറിയാം. അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ കാണുന്ന നമ്മളല്ല. അവരൊരു തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്തില്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് വേണം? തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പുരോഹിതന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റണേ. അല്ലാതെ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഡോളറിന് വേണ്ടി തൊലിച്ചെന്നൊന്നും പറയാനായിട്ട് നിൽക്കല്ലേ. അത് കണ്ടോണ്ടിരിക്കത്തുമില്ല, അത്രേ ഉള്ളൂ. പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണേ. ഈ വീഡിയോ കാണാൻ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ബിഗ് ബോസിലേക്ക് പോവാ. ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, രാഹുലിന്റെ പക്ഷം നിൽക്കുന്നവർ വോട്ട് ചെയ്യട്ടെ. ചെയ്തോ, എനിക്ക് വോട്ടും വേണ്ട, ഞാൻ ബിഗ് ബോസിലും പോകുന്നില്ല. ഞാൻ അതിനല്ല പറയാം. അദ്ദേഹം ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ സന്തോഷം. രേണുസുതി ബിഗ് ബോസിൽ പോയി, അവർ തിരിച്ചു വന്നു. ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി, ഇനി അടുത്ത വർഷം വേറൊരാളായിരിക്കും. രേണു ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ഛൻ എന്തുവായിരുന്നു? ഇറക്കി വിട്ട് സമാധാനമായി പേരുമായിട്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു പടച്ചോനെ തമ്പുരാനെ. അന്നേരം ഇവർ ആരെ എങ്ങനെ എന്റെ പേര് എടുത്തു വെക്കും? ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എന്നെ വെച്ച് ഇവര് നല്ലപോലെ വീഡിയോ ചെയ്തു. അരമണിക്കൂർ ഇടപെട്ട് വീഡിയോ എടുത്തുണ്ട്. എന്താണെന്നറിയോ? ഡോളറായിട്ടാണ് വരുന്നത്, രൂപയായിട്ടല്ല വരുന്നത്. കാരണം ഇത്ര വ്യൂവേഴ്സിന് ഇത്ര ഡോളർ വെച്ചാ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലുണ്ട്. ഞാൻ കൈപൊക്കുന്നുണ്ട്, ചരിഞ്ഞിരിക്കുന്നുണ്ട്, നേരെ ഇരിക്കുന്നുണ്ട്, എല്ലാം എടുത്തു. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ നെഗറ്റീവ് ആക്കും തോറും ഞാൻ ധൈര്യപ്പെട്ട് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഞാൻ രാഹുൽ ദാസിനെയോ രേണുസുതിയോ ഇകഴ്ത്താനോ, ഇനി എന്നെ ഇകഴ്ത്തിക്കൊണ്ട് രാഹുൽ ദാസിനെ പുകഴ്ത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് വിരോധമില്ല. അല്ല, ഇവിടെ വിരോധം ഉണ്ടെങ്കിലും ചെയ്യും കേട്ടോ. അല്ല, വിരോധം ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും നമ്മുടെ കൺസിഡറേഷൻ വരുന്ന കാര്യമില്ല, അങ്ങോട്ട് മാറ്റി വെക്കി. അതേസമയം നമ്മൾ ആർക്കെല്ലാം സഹായങ്ങൾ എവിടെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരും തിരക്കി വന്ന് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാറ്. ദയവായി ഇതുപോലുള്ള, പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഇതുപോലുള്ള എങ്ങനെയുള്ള സെലിബ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രശ്നക്കാരായ സെലിബ്രിറ്റികളെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയോ അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഒരു ഗുഡ് മെസ്സേജ് ഇല്ല. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പിന്നെ അച്ഛൻ ഇത്രയും നാൾ വിമർശിച്ചിരുന്നത് ഒരു നേരായ വഴിയിലൂടെ വന്നൊരു സെലിബ്രിറ്റി അല്ല എന്ന രീതിയിലായിരുന്നു രേണുവിനെ വിമർശിച്ചിരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ വീണ്ടും കൈ പിടിച്ചുയർത്താനായിട്ട് ശ്രമിക്കുന്നു? ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗം പിടികൊട്ടതുകൊണ്ട് മാത്രമാണോ? അപ്പൊ നിങ്ങൾ ആ ക്യാരക്ടറിനെയാണോ നിങ്ങൾ നോക്കുന്നത്? ആ രോഗ അവസ്ഥയാണോ നിങ്ങൾ നോക്കുന്നത്? ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യേണ്ടത്. അനുഭവിക്കുന്ന ബ്ലഡ് പ്രഷർ, എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ട പിതൃകുടുംബത്തിൽ ലഭിച്ച പിതൃസ്വത്ത് ഞാൻ സ്വമനസാലെ സന്തോഷത്തോടെ എഴുതി കൊടുത്ത ശേഷം ഞാൻ ഇന്നലെ രാത്രിയിലും ഹൈ ബി പി ആയി. ഇന്ന് ഞാൻ BP-യിലാണ്. എന്തുകൊണ്ട്? ഒരു ഉപകാരം ചെയ്ത ശേഷം എന്നെ ക്രൂശിക്കുക വ്ളോഗർമാര്, യൂട്യൂബേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വാളെടുക്കുന്നവരെല്ലാം ഊരാളികൾ എന്ന് പറഞ്ഞ പോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു ഫോട്ടോ, രേണുവിന്റെ ഒരു ഫോട്ടോ, രാഹുൽ ദാസിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ബോധിച്ചതെല്ലാം എഴുതി പിടിപ്പിക്കുക. അടിയിൽ മുഴുവൻ എന്നെ തെറി വിളിച്ചോണ്ടുള്ള കമന്റുകൾ എഴുതിക്കോളൂ. വീഡിയോ ഇടുന്നവരോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ഇനി ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ നെഗറ്റീവ് വീഡിയോസ് ഇപ്പൊ എനിക്കൊന്നും പോകാനില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കൊന്നും പോകാനില്ല അങ്ങനെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഇത് തിരിഞ്ഞു വരും. കർമ്മ നിങ്ങൾക്ക് തിരിഞ്ഞു കിട്ടും. നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. ഇപ്പൊ നിങ്ങൾ ഈ ക്രൂശിക്കുന്ന, ഞാനൊരു പയ്യനെ ക്രൂശിച്ചു എന്നാണ്, ഒരു പയ്യനെയും ക്രൂശിച്ചിട്ടില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. ആ തെറ്റെന്തുവാന്നുള്ളത് ആ പയ്യൻ തന്നെ വന്ന് സമൂഹത്തോട് പറയേണ്ട പല കാര്യങ്ങൾ കാണും. എന്നിട്ട് എന്തിയേ പൊട്ടിക്കാനുള്ള സാധനം എന്തിയേ? പിന്നെ അച്ഛൻ പറയുന്നുണ്ട് പല ഫോട്ടോസ് ഞാൻ അയച്ചു തരുന്നു, നമ്പറൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ വേണ്ട, ഓൾറെഡി അയച്ചു തന്നത് കുറെ കിടപ്പുണ്ട് ഹിസ്റ്ററിൽ. അപ്പൊ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇടാനും കൊടുക്കാനും പറ്റിയൊരു സാധനം അതായിരിക്കുമല്ലോ. ഇനി ആ ചെറുക്കനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്, ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ഹൗസ് വാമിങ്ങിന്റെ കാര്യം പറയുമ്പോഴാ വീട് വെഞ്ചരിക്കാൻ എങ്ങാണ്ട് തങ്കച്ചൻ വന്ന് വീട്ടിൽ വന്ന് വിളിച്ചപ്പോ പറഞ്ഞ് രേണുസുതി ഫേമസ് ആയതുകൊണ്ട് അച്ഛൻ ഒരു 10,000 രൂപ എനിക്ക് ഞങ്ങൾക്ക് എന്നിട്ട് വന്ന് വീട് വെഞ്ചരിച്ചിട്ട് പോകുന്നു എന്ന് അച്ഛനോട് വന്ന് സംസാരിച്ചെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളെപ്പോഴുള്ള യൂട്യൂബേഴ്സിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലേ? അവിടെ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും അല്ലായിരുന്നു അപ്പൊ കിടന്നത്, വെറും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഗ്രഡ്ജ് ആയിരുന്നോ? നിരവധി കാര്യങ്ങളിൽ
പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഭയങ്കരമായിട്ട് ഇഷ്യൂയോട് കൂടിയിട്ടുള്ള ഒരു കേസാണ് നടക്കുന്നത്, പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബൈക്ക് മേടിച്ചിട്ട് ആളെ അങ്ങ് പറഞ്ഞു വിടും. എന്താ ബൈക്കിനെ അറസ്റ്റ് ചെയ്ത് ബൈക്കിന്റെ അടുത്ത് യു ആർ അണ്ടർ അറസ്റ്റ്, നിങ്ങൾ പൊക്കോളൂ അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയതാണോ? എടാ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ചിലപ്പോൾ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നാണെങ്കിൽ ആളെ പിടിച്ചോണ്ട് പോകും. പിന്നെ ഉള്ള ബാക്കി കാര്യങ്ങൾ ആളെ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തതിന് ശേഷം അവർ തിരിച്ചു വിടത്തുള്ളൂ. ഒരു പെറ്റി അടച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുന്ന രീതിയിലൊക്കെ ഈ പരിപാടി ചെയ്തിട്ടാരും വിടുന്നത്. ബൈക്ക് പിടിച്ചോണ്ട് പോയിട്ട് ആളെ പറഞ്ഞു വിട്ട് വീട്ടിൽ വന്നു, നടന്ന് വീട്ടിൽ വന്നു. അത് വലിയ കുറ്റമാണ്. എന്നിട്ട് ബൈക്ക് എടുക്കാൻ ഇതുവരെ ചെല്ലാത്ത ഹേ ചെല്ലുക, എല്ലാ സ്റ്റേഷന്റെ മൂട്ടി ചെല്ലുക. 200 ബൈക്ക്, കാറ്, ബസ്, ലോറി, JCB വരെ കിടപ്പുണ്ട്. എടുക്കാൻ ചെല്ലാത്ത എന്താ? അവരല്ല രാഹുൽ ദാസിന് ആരെങ്കിലും ആയിരിക്കൂലേ? തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന് മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതി ഫൈൻ കെട്ടിവെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. അവന് വേണ്ടാത്തത് കൊണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന്റെ ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ അതെ പറഞ്ഞില്ല. അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. അങ്ങനെ ഒരു കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പറയാതെ ഇപ്പൊ വന്നത് പറയാനുള്ള സാഹചര്യം എന്തുവാണ്? അന്ന് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവോടുള്ള ഹേറ്റ് ചിലപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോവില്ലേ? ആ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാതിരിക്കും അച്ഛൻ തന്നെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തില്ലേ? അത് ഈ പറയുന്ന ഒരു പുരോഹിതന് പറ്റുന്നൊരു കാര്യമാണോ? അല്ലല്ലോ. അങ്ങനെ ഒരു കാര്യം സമൂഹത്തിന് തിന്മയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ഒരു മനസ്സ് ചാഞ്ചാട്ടം വേറൊരു രീതിയിലേക്ക് പോകുന്നു, അവൻ തെറ്റായ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തോ വേണം? ഒരു പുരോഹിതന്റെ കർമ്മം എന്തുവാ? അവനെ നേർവഴിക്ക് കൊണ്ടുവരിക, അവനോട് കാര്യം പറയുക, അവനെ വിളിച്ചു വരുത്തി ഇരുത്തി സംസാരിക്കുക. അതല്ലേ ഒരു പുരോഹിതൻ ചെയ്യേണ്ടത്. ഒരു നാട് നന്നായ വീട് നന്നായി, വീട് നന്നായ കുടുംബം നന്നായി, കുടുംബം നന്നായ രാജ്യം തന്നെ നന്നായി, രാജ്യം നന്നായ ലോകം നന്നായെന്ന്. ലോകം നന്നായി പാകിസ്ഥാനൊക്കെ പറയും. അങ്ങനെ ഞാൻ പള്ളിയെടുത്ത് പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കീ ജയ്. അത് ആ രീതിയിൽ അച്ഛൻ്റെ പരിപാടി. കോർണർ ചെയ്യും. എന്തിന്? ഞാൻ എന്തിനു കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? എല്ലാം കാരണം ആരാന്നറിയോ? ശ്രീകണ്ഠൻ നായർ സാറാ. എന്തിനാണ് അവിടോട്ട് ചോദിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ 2024 കൊടുത്തത് 2026 ആടി ഇതുവരെ കഴിഞ്ഞില്ല. ഇതളിയാ, ഇത് ഏതോ പണ്ട് സൂര്യയിലെ കണ്ട് വന്ന 1000 എപ്പിസോഡ് ഓടിയ സീരിയലില്ലേ, അതിനേക്കാട്ടിലും കഷ്ടമായിരിക്കും. അതിൽ കൂടുതൽ ഈ സാധനം ഓടുമായിരിക്കും. അങ്ങനെ ഈ അച്ഛൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ആരായാലും വിളിച്ചു ചോദിക്കില്ല, എന്തോ എത്ര അറിഞ്ഞിരിക്കും, എന്തോ കാര്യം എന്തുവാ ഒന്ന് ചോദിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ നമ്പർ കിട്ടിയ ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട്. നല്ല അടിപൊളി കോള്. ആ ചേച്ചി ചോദിക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാ കാര്യവും നല്ല അടിച്ചിരുന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പോവല്ലേ, ഈ ഒരു കോളും കൂടെ കണ്ടതിന് ശേഷമേ പോകാം. എന്തായാലും എനിക്ക് പറയാനുള്ള ഞാൻ വീഡിയോയിൽ അവസാനിപ്പിച്ചു. ഈ കോളും കൂടെ കണ്ടിട്ട് നിങ്ങളൊക്കെ പൊക്കോ കേട്ടോ. അപ്പം വീഡിയോ എന്തോ നോക്കാം നമുക്ക്. അച്ഛോ എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരാ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നേ. എന്റെ പേര് പ്രിയ എന്നാണ്. അച്ഛോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന വിളിക്കുന്നത്? എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നേ.
അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. ഓ, എന്തായിരുന്നു മാറ്റർ? അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. ഓ, എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന് ഞാൻ ഒരു കാര്യവും ആരോടും ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കത്തക്ക പോലെ. അച്ഛൻ ഇപ്പോഴും ബഹുമാനമുണ്ട്, ഉവ്വ ഇപ്പോഴും ഉണ്ട്. ഉവ്വ. ഇപ്പോഴും ആ ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ആ, ചോദിച്ചോളൂ. അച്ഛോ എന്തിനാ അച്ഛോ, പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേന്ന്? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. അച്ഛോ ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ചു, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന് എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം സോഷ്യൽ അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ എനിക്ക് സിസ്റ്ററെ എവിടെ നിന്ന് പോലും അറിയത്തില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ഇല്ല, അച്ഛൻ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ, എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാനത് സിസ്റ്റർ ഇപ്പം ഒരമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്, അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവന്റേതായ തൊഴിൽ നോക്കി ഞാൻ പറഞ്ഞു, എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് പയ്യൻ ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല. നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവന്റേതായ കാര്യം നോക്കി അവനൊരു ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്, അല്ലേ? തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് അവര് ക്യാൻസറിന് മെഡിസിൻ. അച്ഛ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോ അവരാണ് അത് പുറത്ത് പറയേണ്ടത്. നോബിൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ, അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ
ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവൻ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു ഇനി എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കുകയോ വേണ്ട. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതം ഉള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദ്യം, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം, അച്ഛ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛന് കാണുന്നില്ലേ? രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചിട്ട് അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇത് കൂടുതൽ അച്ഛന് അറിയത്തില്ല. അതാണ് കാര്യം, അച്ഛൻ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛോ ഇനി എന്തെങ്കിലും ആവട്ടെ അച്ഛോ, എന്ത് വേണം ചെയ്യട്ടെ, ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.